CPM മുതിർന്ന നേതാവായ പി ജയരാജനെ ഒന്ന് വിവാദത്തിൽപ്പെടുത്തി ഒരു വാർത്ത കത്തിക്കാൻ മാപ്രകൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് മീഡിയ വൺ. ജമാഅത്ത് ഇസ്ലാമി ടീംസിന് അല്ലെങ്കിലും ഇടതുപക്ഷത്തിനോടുള്ള വിരോധം അത് തീർക്കണമെങ്കിൽ ചില വാർത്തകൾ ഹോട്ടായി അവതരിപ്പിക്കണമല്ലോ. ഈ ഹോട്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു മുതിർന്ന നേതാവിൻ്റെ പേര് തിരികെ കയറ്റണം. ഇപ്പോൾ മൗദൂദി ചാനലിൻ്റെ പ്രശ്നം അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടുള്ള മനീഷ് മനോഹരൻ, അദ്ദേഹം പി ജയരാജൻ്റെ മുൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണത്രേ. പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ ഈ മനീഷ് മോഹനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും ആ വ്യക്തിയാണിപ്പോൾ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിനായി മാറിയതെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് പ്രശ്നം? പി ജയരാജൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിക്ക് ഈ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂടാ എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇത്രയേ ഉള്ളൂ അതിലെ ചോദ്യം. അതിനകത്ത് കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് അഡ്മിനായ മനീഷാണത്രേ. അതിനെന്താ, അതൊരു വലിയ അപരാധമാണോ? പറയുന്നവരാണ് സൂപ്പർ. ജമാഅത്ത് ഇസ്ലാമിയുടെ കാല് കഴുകി കുടിച്ചുകൊണ്ട് കിടക്കുന്ന മൗദൂദി ചാനലിലെ കുറേ തീവ്ര മതനിലപാടുമായി നടക്കുന്ന മാപ്രകൾ. എന്നിട്ട് ഈ നാടിൻ്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, കാഫിർ സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഗ്രൂപ്പിൽ മനീഷ് പങ്കുവച്ചത്രേ. അത് മനീഷ് മാത്രമല്ല പങ്കുവച്ചിട്ടുള്ളത്. പോലീസ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതും മനീഷ് അത് നിർമ്മിച്ചു എന്നല്ല, അത് കിട്ടിയപ്പോൾ പോസ്റ്റ് ചെയ്തു എന്നാണ്. ആരും അത് പോസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ടു. അത് വസ്തുതയാണോ എന്ന് പരിശോധിക്കാതെ പോസ്റ്റ് ചെയ്തൊരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ മനീഷിന് എന്ത് ചെയ്യണം? മൗദൂദി ചാനലിൻ്റെ വല്ലാത്ത വേദന കാണുമ്പോൾ ചോദിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി UDF വേണ്ടി വല്ലാത്ത പണിയെടുക്കുകയാണ്. ജമാഅത്ത് മുതലുകളുടെ ഉള്ളിലെ വല്ലാത്ത CPM വിരോധം. ആ വിരോധം അവർ പലതരത്തിൽ വാർത്തയുടെ രൂപത്തിൽ പുറത്തിറക്കും. ഇന്നിപ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ ഹോട്ട്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ പേര് പറയണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ജയരാജൻ്റെ മുൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മനീഷ് അത്രേ. ജയരാജൻ കണ്ണൂർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് 5 വർഷത്തിന് മുകളിലായി. അതിനുശേഷം ഒരു തവണ ജയരാജൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടില്ല. അത് മൗദൂദികൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ C ദാവൂദിനെ പോലുള്ള ചിലർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. അവർ ചെയ്താൽ കുഴപ്പമില്ല. ഒന്ന് പോയി പണി നോക്കണേ മൗദൂദി വർഗീയവാദികളെ എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി മനീഷിൻ്റെ ഫോൺ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, ആരാണത് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തട്ടെ. AKG സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കിട്ടുന്നത് വരെ കിട്ടിയോ? അത് ചെയ്തത് പല പേരുകളും ഉണ്ടാക്കിയിരുന്നു. അതുപോലെയാണ് ഇതും. അതായത് പിടിക്കപ്പെടാതിരിക്കാൻ ഒരുമിച്ച് കൊണ്ടുപിടിച്ചൊരു പ്രചരണം. അതുകൊണ്ട് അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിനായിട്ടുള്ള മനീഷിന് പി ജയരാജനല്ല, ഇനി പിണറായി വിജയനായിട്ട് ബന്ധമുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നടത്താൻ പാടില്ലെന്ന് ഇവിടെ നിയമമില്ലാത്തിടത്തോളം കാലം അത് ചെയ്തത് തലപോണ കേസല്ലെന്ന് മാത്രമേ വിഷയത്തെ പ്രത്യേക താല്പര്യത്തോടുകൂടി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന മൗദൂദി മാപ്രകളോട് പറയാനുള്ളൂ.